നമുക്കിന്ന് അത്യാവശ്യം വലിയ ഒരു കേരച്ചൂര കിട്ടിയിട്ടുണ്ട്. നമുക്കിത് അച്ചാറിടുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി 1 കിലോയ്ക്കും വേണ്ടി കഴുകി വൃത്തിയാക്കി ചെറുതാക്കി നുറുക്കിയെടുത്തു. ഇനി നമുക്ക് 1 കപ്പ് വെളുത്തുള്ളി ഉരിച്ചതും 2-3 കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തി നുറുക്കിയതും 3-4 ഇതൾ കറിവേപ്പിലയും എടുത്ത് മാറ്റി വെക്കാം. ഇതിൻ്റെ കൂടെ 2-3 പച്ചമുളക് കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീനിലേക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് അവരവരുടെ രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ എണ്ണ. ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോ അല്ലെ 1 മണിക്കൂറോ ഇതൊന്ന് മാറ്റി വെച്ചേക്കണം. ഇതിൻ്റെ ഈ മസാലയൊക്കെ മീനിൽ നന്നായി പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഈ മീനൊന്ന് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ആയി വരണം. അതിനുശേഷം നമുക്കിത് കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ നന്നായി ഒന്ന് വഴട്ടിയെടുക്കാം. എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ മീൻ ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. അതിനുശേഷം 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വിനീഗർ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ ഫിഷ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക. നമ്മുടെ മീനച്ചാർ റെഡി.